വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാശ്മീരിൽ നിൽക്കാൻ വേണ്ടി ലാസ്റ്റ് ദിവസം നിൽക്കാൻ വേണ്ടി പോണതാണ്. ഹൗസ് ബോട്ടിലാണ് നിൽക്കാൻ വേണ്ടി പോണത്, ദാൽ ലേക്കിലാണ്. അപ്പോൾ നമുക്ക് നമ്മളൊരു ഹൗസ് ബോട്ട് ടൂർ കാണാം. ഇതാണ് നമ്മൾ ടൂർ. നമ്മളിങ്ങനെ നടക്കാനൊക്കെ സ്ഥലമാണ്. രണ്ട് ഇതുണ്ട് കേട്ടോ, ഞങ്ങൾ രണ്ട് ഫാമിലി ആയതുകൊണ്ട് ഒരു വേറെയിലാണ്. അത് മാത്രമേ പറ്റാത്തത്. റിസോർട്ടാണ് എനിക്ക് നല്ല പേടിയുണ്ട്. കണ്ടില്ലേ, ഇവിടെ ഇത്രയും ഉയരുണ്ട്. എന്തിനുണ്ടാക്കി വെച്ചത്? ആദ്യം അങ്ങോട്ട് പോകുക, അല്ല ഇങ്ങോട്ട്. ഇവിടെ പ്രത്യേകിച്ച് വലുതായിട്ടൊന്നുമില്ല. കിച്ചണ്, അതിനുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാൻ വിചാരിച്ചത്. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ ഷൂസൊക്കെ വെച്ചിട്ടാണ് ഒരു സ്ഥലം. ഇങ്ങോട്ട് അതിന്റെ മേലെന്താ അങ്ങോട്ട് പോകാൻ പറ്റില്ല, അവിടെ പോകാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാല് ഗ്ലാസ്സുകളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ഗ്ലാസ്സുകളാണ്. പിന്നെ ഇവിടെ ഒരു വലിയ മേളുണ്ട്. ഇവിടെ പിന്നെ കുറെ പാത്രങ്ങള് അങ്ങനെയൊക്കെ. പിന്നെ ഒരു ഷെൽഫ് ഉണ്ട് കേട്ടോ. ഇതാ ഈ അടുക്കുന്ന ആളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. കണ്ടില്ലേ, ഇതെന്താ ഫോട്ടോ എടുത്തേ? ഫോട്ടോ എടുത്താ. പിന്നെ പിന്നെ ഇവിടെ ഫ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ഫ്രിഡ്ജിന്റെ ഉള്ളിൽ ജാമ വെച്ചിറക്കുന്നു. അവിടേക്കല്ല ഇഷ്ടം. ഇവിടെ ഇങ്ങനെ എന്തിനു വായിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഇവിടെ ഇരിക്കാം. അതേപോലെ ഈ കസാരന്റെ ഒരു ഇതുണ്ട്. ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് നല്ല രസമുണ്ട്. ഇനി ഇവിടെ പിന്നെ ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. എനിക്ക് തുറക്കാറില്ല. പക്ഷെ ഈ ബോട്ടിൽ എനിക്ക് വേറൊരു കാര്യം ഇഷ്ടപ്പെട്ടില്ല. ഇത് നീങ്ങണമൊന്നുമില്ല. ഇത് പടുത്ത് ഇത് ആലപ്പുഴ മാതിരിയല്ല, നീക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ നമുക്ക്. ഇവിടെ ഞങ്ങൾ 10 ആൾക്കാരാട്ടോളെ. 10 ആൾക്കാർക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അവിടെ എല്ലാവർക്കും കൂടി ഇവിടെ വന്നിട്ട് നിക്കാൻ പറ്റില്ല. ഫ്രണ്ടിലേക്ക് നിക്കാൻ പറ്റില്ല. ഈ ബോട്ടിൽ എവിടെയാണെങ്കിലും ഒരു സ്ഥലത്തായിട്ട് നിൽക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അതേ അപ്പുറത്ത് ഞങ്ങളെ കൂടെ നമുക്ക് പോകാനുള്ള ശിക്കാരിയാണത്. ഒരു മണിക്കൂർ ആയിരിക്കും. അതേമാതിരി നമുക്ക് പോണം. 1 മണിക്കൂറുണ്ട് റൈഡ്. ഉണ്ടോ? ഉണ്ടാവേണ്ടതാണ്. നല്ല അടിപൊളി വ്യൂല്ലേ. അതാ ഹൗസ് ബോട്ടുകളുണ്ടോ അവിടെ നിരത്തിയിട്ടാണ്. അതേമാതിരത്തെ കുറെ എണ്ണോ. അതേപോലെ അവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ അതേപോലെ ഉണ്ടാവും. അപ്പൊ ഇവിടെ തന്നെ ഒരു മിറർ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് മേക്കപ്പ് വേണ്ടി കസാരുണ്ട്. അതേപോലെ അവിടെ വെള്ളം, 2 വെള്ളം, പിന്നെ കട്ടില്. ബെഡ്റൂമിൽ പിന്നെ കട്ടിലില്ല. അത് ജന ചോദിച്ചാന്ന്. ബെഡ്റൂമിൽ പിന്നെ കട്ടിലുണ്ടാവില്ല. ഇനി എന്റെ പ്രധാനപ്പെട്ട സ്ഥലം ഇങ്ങനത്തെ ഹോട്ടലൊക്കെ ഇതുള്ള ഹോട്ടല് കുറവാ. ഇതെന്താ വെച്ചാൽ ഇതിന്റെ അടിക്ക് വെള്ളം പോകാൻ പറ്റുമെന്നാണ്. വെള്ളം പുറത്തേക്ക് ആവാൻ പാടില്ല. ആ കാരണം എന്താ അത് കേടുവരും. മരല്ലേ കേടുവരും. പിന്നെ ഇവിടെ ടിഷ്യൂ പേപ്പർ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഇത് ഉപയോഗിക്കാൻ പാടില്ല. കാരണം നമ്മള് വെള്ളം വേണം കേരളക്കാർക്ക്. നിലത്ത് വെള്ളാക്കണ്ട. പോലും ഇനി റൂം കൂടി ഉണ്ടല്ലേ. കറക്റ്റ് ഇതേപോലെ തന്നെയാ. അപ്പം ഇവിടെ ബെഡ്റൂം ഉണ്ട് കേട്ടോ. വലിയ ബെഡ്റൂം ഉണ്ട്. പിന്നെ മിററാണ്. പിന്നെ നമുക്ക് ഇതെന്താ കേട്ടിന് വാളിനട്ടോ.
2 പാക്കറ്റ്, ഇനി 3ാമത്തെ പാക്കറ്റ് അവിടെ ഉണ്ട്. അതേപോലെ തന്നെ എനിക്ക് പല ഫ്രണ്ടും തന്നിട്ടുണ്ട്. ഇനി ബാത്റൂം തന്നെയാണ്. അപ്പൊ എന്നാ കയ്യല്ലേ നമ്മളത്? 5 രൂപ കുറിച്ചില്ല ഞാൻ. അത് ശരി. ഇനി ശിക്കാരി തരാൻ വേണ്ടി പോവാണ്. പക്ഷെ അയാൾ പറഞ്ഞ വെറുതെ അങ്ങോട്ട് പോവാ. നിന്നിട്ടയ്യോ കൊറേ നേരല്ലേ തുടങ്ങിട്ട്? സൗണ്ടില് പറയേ. 1 മണിക്കൂറായിട്ടുള്ളേ. ഇവരിങ്ങനെ പൈസ ഇട്ടാൻ വേണ്ടിട്ട് മോർ 1 മണിക്കൂറിന് മോർ. കേറിക്കോ അങ്ങനെ കേറിക്കോ. ആ ഞങ്ങൾ രണ്ടാളും 5-ൽ 1 കയറിക്കോളാം. നിങ്ങൾ 5 കൂടി ഒന്ന് കയറിക്കോളി. അത് ഒരു കൂടി കുഴപ്പമില്ല. അതൊക്കെ പറയുന്നുണ്ട്, ബാക്കിൽ ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്. എന്തേ വിൻഡോ സീറ്റോ? അതിനോ? ആ ഇരുന്നോണ്ട് എവിടെ ഇരുന്നാലും വിൻഡോ ഉണ്ട് ഇതിന്. കേറിക്കോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ടാവില്ല എന്നല്ലേ? ജാക്കറ്റ് ഒന്നും തരുന്നില്ല ഗൈസ്. മുന്നിൽ പോയല്ല ഗൈസ് മേടിക്കണം. ഇല്ല തൊള്ളാർ നിക്കല്ലേ, വീടെടുക്കല്ലേ. പോയതിന്റെ അടിയിൽ ഫ്ലാറ്റ് അല്ലേ? പിന്നെ ഇതിന്റെ അടിയിലെ ഫ്ലാറ്റ്. ഓ ഈ ആ തലക്കൊക്കെ ഇരുന്ന ഇതെല്ലാം കൂടി ഈ സൈഡിലേക്ക് ചെരിയണേ. എന്ത് ഈ വേം പോകുന്നോ? ആ അതല്ലേ ചൂക്കൂ. നിങ്ങൾ നേരിട്ടിരുന്നോട്ടാ, നിങ്ങൾ ചെന്നാത്തോട്ട് പോകും. എന്തൊരു അപമാനിക്കണേ. കളിക്കല്ലേ പാട്ടാ വേണ്ടില്ലോ. അപ്പം അടുത്ത വീഡിയോ വരേക്കും ബൈ ബൈ. അപ്പം എന്തായാലും ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ബെൽ അടിച്ചു ഷെയറും ചെയ്തോണ്ട്. എന്നാൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചു.